മട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണമുണ്ടായി എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു. കുറത്തിക്കല്ലിൽ പാർവതി ധനുഷ് ദമ്പതികളുടെ 3 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. ജനിച്ചപ്പോൾ 1 കിലോ ആയിരുന്നു കുട്ടിയുടെ ഭാരം. കുടുംബം ആശുപത്രി വിട്ടതിന് ശേഷം കുഞ്ഞു മരിക്കുകയായിരുന്നു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? നിഖിൽ, ശ്രീജിത്ത്, കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അട്ടപ്പാടിയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ശിശുമരണമാണിത്. അതാണ് ഇപ്പോൾ ഈ സംഭവത്തിന്റെ പ്രത്യേകത. കുറുക്കത്തിക്കല്ല് കോളനിയിലെ പാർവതി ധനുഷ് ദമ്പതികളുടെ 3 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. ഈ കുഞ്ഞിന് അട്ടപ്പാടിയിൽ മരിക്കുന്ന മറ്റ് കുഞ്ഞുങ്ങളുടേതിന് സമാനമായ തരത്തിൽ തന്നെ ഭാരക്കുറവായിരുന്നു പ്രശ്നം. ഇതേ തുടർന്ന് 3 മാസത്തോളമായി ഇവർ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ജനിക്കുന്ന സമയത്ത് പോലും കുഞ്ഞിന് 1 കിലോ മാത്രമായിരുന്നു ശരീരഭാരം എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. തുടർന്ന് 2.5 കിലോയോളം തൂക്കമായതിനു ശേഷമാണ് ആശുപത്രി വിട്ടത്. ആശുപത്രി വിട്ട ശേഷമാണ് ഈ കുഞ്ഞിന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 4 ദിവസം മുൻപാണ് ഇവർ ആശുപത്രി വിട്ടത്. ഇന്ന് രാവിലെ ഈ കുഞ്ഞിന് പാല് നൽകിയ ശേഷം അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിന് ജീവൻ നഷ്ടമാവുകയായിരുന്നു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അട്ടപ്പാടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിശുമരണ വാർത്തകൾ പുറത്തു വരികയാണ്. നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം നേരിട്ട് അട്ടപ്പാടിയിലെത്തി അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലൊക്കെ എത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിന് പിന്നാലെയും ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. കൃത്യസമയത്ത് ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് മതിയായ പോഷകാഹാരങ്ങൾ നൽകുന്നതിലും അവർക്ക് പ്രസവകാലത്തെ ചികിത്സകൾ അത് കൃത്യമായി ലഭിക്കാത്തതുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് വിവിധ പഠനങ്ങൾ തന്നെ തെളിയിച്ചതാണ്. ഇന്ന് രാവിലെ പുറത്തുവന്ന വാർത്ത അട്ടപ്പാടി പുളിയപ്പതിയിലെ കവിതയുടെ 9 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു മരിച്ചതിന്റെ വാർത്തയായിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം കൂടി ഉണ്ടാകുന്നത്. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.